കോപത്തിൽ നിന്ന് ക്ഷമയുടെ തീരങ്ങളിലേക്ക് അണയുക. വിശുദ്ധ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എഫേസ്യോസ് 4:26. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. ആരോടെങ്കിലും കോപിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ അനുരഞ്ജനപ്പെടട്ടെ. ഇത് സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? രാവിലെ ഒരു വ്യക്തിയോട് നമ്മൾ കോപിക്കുന്നു. അതിൻ്റെ സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ മക്കളോ സഹപ്രവർത്തകരോ ആയിരിക്കാം. നമുക്ക് അവരുമായി ആരോടാണോ ഞാൻ കോപിച്ചത് അവരോട് അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ധ്യാന വേളയിൽ, പ്രത്യേകിച്ച് നോമ്പുകാലത്തിൻ്റെ ധ്യാനചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യവും സത്യവുമാണിത്. ഈശോ കോപിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 പ്രാവശ്യം നമ്മൾ അത് കാണുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൽ മുൻപാകെ വന്ന് യേശു കോപിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു യേശുവിൻ്റെ കോപം? യേശുവിൻ്റെ കോപം വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തലിക് ആങ്കർ എന്നതാണ്. അപ്പോസ്തലിക് ആങ്കർ എന്താണ്? ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കോപം, നന്മ സംജാതമാക്കുവാനായിട്ടുള്ള കോപം. നമ്മുടെ കോപം, നമ്മുടെ ദേഷ്യം, നമ്മുടെ എടുത്തുചാട്ടങ്ങൾ ആത്മീയ ഉന്നതി, ആത്മീയ നന്മ പുറപ്പെടുവിക്കുന്നുണ്ടോ? ഈശോ ശിഷ്യന്മാരോട് കോപിച്ചതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് ഈശോ കോപിച്ചത്? ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ. ആത്മീയ ഉന്നതി, ആത്മീയ നന്മ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാല അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കോപിക്കുന്ന അവസ്ഥകൾ പലതും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ഇനി വരാനുണ്ട്. ഈ കോപത്തിൻ്റെ അടിമത്തത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്, അതോ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ പരിശ്രമിക്കാറുണ്ടോ? ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഒന്ന് ക്ഷമാപൂർവം അവരെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ തിന്മകളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കുവാനും നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുമൊക്കെ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇന്ന് കുടുംബ വഴക്കുകൾ, എന്തുകൊണ്ട് കൊലപാതകങ്ങൾ, എന്തുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ആസക്തി ഇന്ന് ഈ ലോകത്തിൽ വരുന്നു? ഇതുവഴി കോപത്തിൻ്റേതായിട്ടുള്ള ചാലകശക്തിയിലൂടെ, പിശാചിൻ്റെ അനുഭവത്തിലൂടെ, തിന്മയുടെ അനുഭവത്തിലൂടെ ഇന്ന് മനുഷ്യവർഗം കടന്നു പോവുകയല്ലേ? നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കോപത്തിലൂടെ ഞാൻ എത്ര പേരെയാണ് ഞാൻ വധിച്ചിട്ടുള്ളത്, നശിപ്പിച്ചിട്ടുള്ളത്? കോപം ഒരിക്കലും നന്മയുടെ തീരത്തേക്ക് നമ്മെ അടയ്ക്കുന്നില്ല. എളിമ എന്ന പുണ്യത്തിലൂടെ, ക്ഷമ എന്ന പുണ്യത്തിലൂടെ, നമുക്കറിയാം എല്ലാ പുണ്യങ്ങളുടെയും വലിയ പുണ്യമാണ് എളിമ. ക്ഷമയുടെ പുണ്യത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കോപത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. എൻ്റെ കോപത്തെ ആത്മീയ നന്മയുടെ തീരങ്ങളിലേക്ക്, എളിമയുടെ ശാന്തത നിറഞ്ഞ തീരങ്ങളിലേക്ക് അണയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമയുടെ കൂടാരങ്ങളിലേക്ക് നമുക്ക് ചേക്കാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.